2012 റഷ്യയിൽ ഭഗവത്ഗീതയുടെ വിവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകള് അവിടെ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 2025 ആവുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിന് തന്നെ ഭഗവത്ഗീത സമ്മാനമായിട്ട് കൊടുക്കുന്നു. അദ്ദേഹം ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. അവിടെ കുറച്ച് ആളുകള് ഭഗവത്ഗീതക്ക് എതിര് നിന്നപ്പോ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന് തന്നെ ഭഗവത്ഗീത കൊടുത്തുകൊണ്ട് എതിർത്തവർക്കൊരു കൃത്യമായ സന്ദേശം നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നു. മാറ്റി നിർത്തേണ്ടതല്ല, ആദരിക്കപ്പെടേണ്ടതാണ് ഭഗവത്ഗീത എന്ന്. ഇതുപോലെ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം.